കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ജീവികളെ കടത്താൻ ശ്രമിച്ച കേസിന് പിന്നിൽ അന്തർദേശീയ മൃഗക്കടത്ത് മാഫിയ എന്നാണ് എക്സൈസ് പറയുന്നത്. പിടിയിലായ ജോബ്സൺ ജോയും ഭാര്യ ആര്യമോളും വിദേശത്ത് നിന്നും ജീവികളെ എത്തിച്ചത് വൻ വിലയ്ക്ക് വിൽപ്പന നടത്താൻ. മുൻപും പ്രതികൾ ജീവികളെ എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായിട്ട്. സഹിൻ, ഇതിപ്പോ ഈ കസ്റ്റംസ് പറയുന്ന അനുസരിച്ച് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. നേരത്തെയും ഈ ദമ്പതികൾ വിദേശത്തു നിന്നും ജീവികളെ എത്തിക്കുകയും ഇവിടെ വമ്പൻ വിലയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ചെയ്തു, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നുമാണ് ഇവർ ഈ ജീവികളെ എത്തിച്ചത് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്, ഇന്നലെ തന്നെ പിടിച്ചെടുത്തത് 3 വൈറ്റ് ലിപ്ഡ് ടെറാമിൻ ഇനത്തിൽപ്പെട്ട കുഞ്ഞിക്കുരങ്ങന്മാരും ഒപ്പം തന്നെ മറ്റ് കോമൺ മർമോസെറ്റ് ഇനത്തിൽപ്പെട്ട കുഞ്ഞിക്കുരങ്ങുമാണ്. അങ്ങനെ 5 കുരങ്ങുകളെ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. കൂടാതെ ഇവരിൽ നിന്ന് തന്നെ ഹയസിന്ത് മക്കാവോ പക്ഷിയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വൻവിലയ്ക്ക് വിൽപ്പന നടത്താൻ വേണ്ടി ഇവരെത്തിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തർദേശീയ മൃഗകടത്ത് മാഫിയയുടെ കണ്ണികളാണ് ഇവരെന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കൂടാതെ ഈ പത്തനംതിട്ടയിലെ ദമ്പതികളായിട്ടുള്ള ജോബ്സൺ ജോയും ഭാര്യ ആര്യമോളും ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഈ തായ്ലൻഡ് ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. അവിടെയെല്ലാം മൃഗക്കടത്ത് മാഫിയയുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ടായിരുന്നു. ഈ പറയുന്ന കുഞ്ഞിക്കുരങ്ങന്മാർക്ക് നിസാര പൈസ, അതായത് രൂപ, ഇന്ത്യൻ 50,000 രൂപ വിലയുള്ള, അവിടെ 50,000 രൂപ വിലയുള്ള ഈ മൃഗങ്ങളെ ഇവിടെ എത്തിക്കുമ്പോൾ 5-6 ലക്ഷം രൂപയാണ് ഒരു മൃഗത്തിന് ഇവർക്ക് ലഭിച്ചിരുന്നത്, ഒരു ജീവിക്ക് ഇവർക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. മുൻപും ഇവർ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് വിശദമായി തന്നെ ഈ കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ മൃഗക്കടത്ത് മാഫിയയുടെ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. സേതു, ശരി സഹിൻ. അങ്ങനെ കസ്റ്റംസ് പുതിയ കണ്ടെത്തലുകളിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഈ പിടിയിലാക്കപ്പെട്ടവർക്ക് അവര് അന്തർദേശീയ മൃഗക്കടത്തുകാരെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.